വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരുടെ പണിമുടക്ക് പരിഹരിക്കാൻ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ച. ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് എയർ ഇന്ത്യ സാറ്റ്സിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ തീരുമാനം. ഇന്നലെ രാത്രി തുടങ്ങിയ പണിമുടക്കിന് പിന്നാലെ കാർഗോ നീക്കമടക്കം പ്രതിസന്ധിയിലായിരുന്നു. അഷിൻ ഡിയാഗോ നൽകും വിവരങ്ങൾ. അഷിൻ, ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണോ? എന്താണ് ഇവരുടെ ആവശ്യം? ഈ വിമാനത്താവളത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടുണ്ടോ? വിനിത, നിലവിൽ ഇപ്പോഴും ഈ റീജിയണൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ സമരം പണിമുടക്ക് നടത്തുന്ന ജീവനക്കാരുമായി ചർച്ച പുരോഗമിക്കുകയാണ്. എയർ ഇന്ത്യയുടെ അധികൃതരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരിപ്പോഴും ഇവിടെ സമരം കെട്ടി പന്തൽ കെട്ടിയുള്ള സമരം തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് 10 മണി മുതലാണ് ഈ എയർ ഇന്ത്യ സാറ്റ്സ് ജീവനക്കാർ അവരുടെ പണിമുടക്കിക്കൊണ്ടുള്ള സമരം ആരംഭിച്ചത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒന്ന്, വേതന വർധനം, അതുപോലെ തന്നെ ബോണസ് അലവൻസ്. ഇത് രണ്ടും ലഭിക്കണം. അതുവരെ ഈ സമരം തുടരാനാണ് ഇവരുടെ നേതൃത്വത്തിൽ തീരുമാനം. ഈ സമരം ആരംഭിച്ചത് മുതൽ ഇന്നലെ രാത്രി ഏതാണ്ട് അവസാനം വന്ന ഫ്ലൈറ്റ് 12:15 വന്ന ഫ്ലൈറ്റിലെ കാർഗോ നീക്കം ഏതാണ്ട് 1 മണിക്കൂറോളം വൈകിയാണ് യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. കാരണം ഇവരാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴുള്ള തന്നെ ഈ ലാഡർ, ഈ എയർപ്ലെയിനിലേക്കുള്ള ലാഡർ വെച്ച് യാത്രക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിനും ഡോർ തുറന്നു കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതും ഇവർ തന്നെയാണ്. കാർഗോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നതും ലോഡിങ്ങും അൺലോഡിങ്ങും ഇതൊന്നും കഴിഞ്ഞ ദിവസം നടന്നില്ല എന്നുള്ളതാണ്. ഇതിൽ രാവിലെ ഒരു ചെറിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എയർ ഇന്ത്യ സാറ്റ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെ എയർ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സാറ്റ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നിന്നും ട്രെയിനുകളെയും അതുപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഇവിടേക്ക് എത്തിച്ചാണ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ചെറിയ രീതിയിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ വന്ന ഫ്ലൈറ്റ് 20 മിനിറ്റാണ് യാത്രക്കാർക്ക് ലഗേജ് കിട്ടുന്നതിൽ ആ ഒരു കാലതാമസം എടുത്തത്, ആ ഒരു കാത്തിരിപ്പുണ്ടായത്. പക്ഷേ എന്തായാലും ഈ ഒരു തീരുമാനം ഏതാണ്ട് നമുക്ക് ഈ ചർച്ചയിൽ ഏതാണ്ട് ഒരു സമവായം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ബോണസും അതുപോലെ തന്നെ വേതന വർധനവിനും തീരുമാനമായിട്ടുണ്ട്. ഇനി അത് എത്രയാണ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. അത് യോഗത്തിന് ശേഷം എന്തായിരിക്കും തീരുമാനം എന്നറിയേണ്ടതുണ്ട്. ആഷിൻ ഡിയാഗോയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.